പഹൽഗാം ഭീകരാക്രമണത്തിന് നയതന്ത്രപരമായ മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. സൈനികപരമായ മറുപടിക്കുള്ള മുന്നൊരുക്കത്തിലാണ് രാജ്യം. ഇന്ത്യ ഇപ്പോഴും സന്നദ്ധമാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് താരതമ്യപ്പെടുത്താൻ ഒക്കില്ല. ഇന്ത്യ ഒരു വലിയ ശക്തിയാണ്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് 2 വിമാനവാഹിനി കപ്പലുകളുണ്ട്. ഇന്ത്യ വേറെ വിദേശ രാജ്യത്തിന് വേണ്ടി ഒരു വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഈസ് എ മാക്രോ ലെവൽ കൺട്രി ആൻഡ് പാകിസ്ഥാൻ ഈസ് എ മൈക്രോ ലെവൽ കൺട്രി. ചെറിയ രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യ മഹാരാജ്യമാണ്, മഹാഭാരതമാണ്. ആൻഡ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇന്ത്യ ഡിപ്പെൻഡൻ്റ് അല്ല. പാകിസ്ഥാൻ വളരെ ഷൂ സ്ട്രിങ് ബഡ്ജറ്റിൽ ജീവിക്കുന്ന ഒരു വലിയ ദരിദ്ര രാജ്യമാണ്. പാകിസ്ഥാന്റെ ഇന്റീരിയർ പോയാൽ they are all having a lot of economic problem. Even starvation is there in Pakistan, in Northwest Frontier Agency, etc. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കാരണവശാലും സാമ്പത്തികമായിട്ട് കൂടെ താരതമ്യപ്പെടുത്താൻ ഒക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യയെ സൈനികപരമായി നേരിടാനുള്ള ശക്തി പാകിസ്ഥാൻ ഇല്ല. പിന്നെ അവര് വീമ്പെടുക്കുന്നത് അവരിൽ അണുവായുധമുണ്ടെന്നാണ്. ആ അണുവായുധത്തിനെ പ്രയോഗിക്കാനുള്ള മെത്തഡോളജിയോ ഒന്നും അവരിലില്ല. അതേസമയത്ത് നമ്മുടെ മിസൈൽ എങ്ങനെ നമ്മൾ അയക്കുമെന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഒരു കപ്പലിൽ നിന്നും വിക്ഷേപിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു അവർക്ക് ഭാരതം. സർ, പഹൽഗാമിലടക്കം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ആ മേഖലയുടെ ഭൂമിശാസ്ത്രപരം? അത് മലയാളാൽ നിബിഡമാണ്. പൈൻ ട്രീസ് ആണ് അവിടുത്തെ പ്രധാനമായ മരങ്ങൾ. പൈൻ്റെ കാടുകളാണ്. പിന്നെ അല്ലാതെ മറ്റുള്ള മരങ്ങളുള്ള നിഗൂഢമായ മരങ്ങളുണ്ട്. അതിനിടയിൽ ഗ്യാപ്പുള്ളപ്പം മെഡോസ് ആണ്, ഗ്രീൻ മെഡോസ്, അതായത് പുൽത്തകടികൾ. അത് ആട്ടിടയന്മാരും പശുക്കളെ മേയ്ക്കുന്നവരും അങ്ങനെയുള്ള ഗ്രേസിയേഴ്സ് ഉണ്ട്. അവര് ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറെ സ്ഥലത്ത് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു വില്ലേജ് കഴിഞ്ഞാൽ പിന്നെ 1 കിലോമീറ്റർ കഴിഞ്ഞായിരിക്കും അടുത്ത വില്ലേജ് വരിക. അതിനിടയിൽ ഗ്യാപ്പായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിന് ഒരുപാട് സൗകര്യമുണ്ട് അവിടെ. നല്ല മനോഹരമായ ഭൂപ്രകൃതിയാണ്. കാലാവസ്ഥ അതിമനോഹരവും സുഖകരവുമാണ്. പഹൽഗാവും ഗുൽമാർഗുമാണ് കാശ്മീരിൽ പോകുന്നവരെല്ലാം ആഗ്രഹിക്കുന്നത്. ഒന്നുകിൽ ഗുൽമാർഗ് പോകണം, അല്ലെങ്കിൽ പഹൽഗാവിൽ പോകണം, അല്ലെങ്കിൽ ശ്രീനഗറിൽ പോകണം. ഈ 3 സ്ഥലമാണ്. പിന്നെ ലേയിൽ പോകണം. ഇതാണ് 4 സ്ഥലങ്ങൾ സാധാരണയായി ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ പഹൽഗാവ് എന്ന് പറയുന്നത് താരതമ്യേന സ്ലോപ്പും പിന്നെ മൗണ്ടനുമാണ്. ഏകദേശം 8000 അടി പൊക്കത്തിലാണ് മൗണ്ടിന്റെ ഹൈറ്റ്. അതേസമയത്ത് 7,500 അടിയാണ് ഗുൽമാർഗിന്റെ ഹൈറ്റ്. ശ്രീനഗർ ആണെങ്കിൽ 6,000. ഇൻഡസ്ട്രിക്ക് കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭരണതലങ്ങളിൽ നിന്നും കടുത്ത അസ്വസ്ഥതകളാണ് പ്രകടമാകുന്നത്. ഇതിലൂടെ പാകിസ്ഥാന് എത്രമാത്രം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്? അത് നമ്മൾ വളരെ വ്യക്തമാണല്ലോ. അവർ കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു എക്കോണമിയാണ്. കുറെ ഗോതമ്പുകളും പിന്നെ കുറെ നെല്ലുകളും ബാസ്മതി റൈസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ. അല്ലാതെ ചെറിയ ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, എല്ലാത്തിനും വെള്ളം വേണം. ആ വെള്ളത്തിനെ നമ്മൾ തടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ നദികളെല്ലാം ഒഴുകുന്നത് സിന്ധു നദിയുടെ ട്രൈബ്യൂട്ടറീസ് ആണ്. 5 നദികളിലെ 5 rivers കമ്മിങ് ഡൗൺ ഫ്രം ലഡാക്ക്. അതെല്ലാം നമ്മളെ കൺട്രോൾ ലെവൽ ഈസ് ഇൻ ഇന്ത്യാസ് ഹാൻഡ്. അപ്പോൾ നമുക്ക് ഒരുപാട് ചെക്ക് ഡാംസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ സംഭരണിയിൽ വിട്ടിട്ട് ഇവിടെ വെള്ളം തടുക്കാനായിട്ട് നമുക്ക് റെഗുലേറ്ററി മെക്കാനിസം ഉണ്ട്. അത് അവരെ വല്ലാണ്ട് അലോസരപ്പെടുത്തും. സ്വന്തം ജനതയെ പറ്റി പോലും ചിന്തയില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാന്റെ ഭരണകൂടം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ മറുപടികൾ എത്രത്തോളം ഫലപ്രദമാണ്? അത് അവരൊരു സെൽഫ് സെർവിങ്, ഭുട്ടോ ആയിരുന്നാലും പിന്നെ മുഷറഫ് ആയിരുന്നാലും സിയാഉൽ ഹക്ക് ആയിരുന്നാലും ഇവരെല്ലാം അവനവന്റെ കീശ വീർപ്പിക്കലും പുറത്തു പോയി VIP ആയിട്ട് കുറെ നാൾ മുഷറഫ് താമസിച്ചു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ലണ്ടനിൽ താമസിച്ചു. ആള് കുറെ കഴിഞ്ഞ് തിരിച്ചു പാകിസ്ഥാനിൽ വന്നു. അവിടെ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഡെമോക്രാറ്റിക് അല്ല ഭാരതത്തിനെ പോലെ. ഡെമോക്രസി ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ഓഫ് റൂളിങ് എ നേഷൻ. അത് നമ്മൾ അമേരിക്ക ആയാലും ഇന്ത്യ ആയാലും UK ആയാലും എല്ലാം ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന മോഡേൺ വേ ഓഫ് റൂളിങ് എ നേഷൻ. അതല്ല, പ്രിമിറ്റീവ് വേ ഓഫ് റൂളിങ് എ നേഷനാണ് പാകിസ്ഥാനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ പരമാധികാരിയായിട്ട് ഡിക്റ്റേറ്റർഷിപ്പ്, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിക്റ്റേറ്റർഷിപ്പ്, ഇതിന് 2 ആൾട്ടർനേറ്റീവ് ഉള്ള അവിടെ. ഭീകരവാദികളിൽ 2 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. പുറത്തു നിന്നുള്ള ഭീഷണിയേക്കാൾ വലുതാണ് രാജ്യത്തിനകത്ത് നിന്നുള്ള. അത് അവര് മതപരമായിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. റിലിജനെ അവര് വലുതായിട്ടൊരു
വെപ്പണൈസ് ചെയ്തു റിലിജനെ. അതാണ് അവർ മുണ്ടുപോക്കി തന്നെ എക്സാമിൻ ചെയ്ത് അവിടെ മുസ്ലിംസ് ഉണ്ടോ എന്ന്. ആ മുസ്ലിംസിനെ ഇന്ത്യൻ മുസ്ലിംസ് അങ്ങനെ അല്ല, അവർ രാജ്യത്തിന്റെ ഭാഗമാണ്. കാരണം ഇന്ത്യയിൽ മുസ്ലിംസിന്റെ തന്നെ പ്യുവർ ഇൻഫൻട്രി ബറ്റാലിയൻസ് ഉണ്ട്. അത് നമ്മൾ പാകിസ്ഥാനെതിരെ അവരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കാറുണ്ട്. അവർ പോയി നമ്മളെ മറ്റുള്ള ബറ്റാലിയനേക്കാളിലും അതിന് തുല്യമായി തന്നെ പെർഫോം ചെയ്യാറുണ്ട്. അവർക്ക് രാജ്യസ്നേഹമുണ്ട്. അവർക്ക് ഒരുപക്ഷെ മറ്റുള്ള കിടപിടിക്കുന്ന രീതിയിൽ പെർഫോമൻസ് ഉണ്ട്. കോമ്പറ്റീഷൻസിൽ അവർ ചിലപ്പോൾ ഫസ്റ്റ് വരും, മറ്റുള്ളവരെ തോൽപ്പിക്കാറുണ്ട്. ഇപ്പോൾ രാജ്യം ഒരു ഡെമോക്രാറ്റിക് നാഷനാണ്, സെക്യുലർ നാഷനാണ് ഭാരതം. പാകിസ്ഥാൻ ഈസ് എ റിലീജിയസ് ബൈസ് കൺട്രി. അതാണ് ഒരു കാര്യം. ഫെനറ്റിക് അല്ല, വി ആർ ഫെനറ്റിക്, വി ആർ നോട്ട്. ഞങ്ങളുടെ കയ്യിലും ആണവായുധങ്ങൾ ഉണ്ടെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. തെറ്റ് ചെയ്തിട്ട് നിരന്തരം ഇത്തരം പ്രകോപനപരമായ നിലപാടുകൾ എങ്ങനെ പാകിസ്ഥാൻ ഈ വന്ന ആളുടെ പോക്കറ്റിലുണ്ടായിരുന്നു അത് വലിച്ചെറിയാൻ ആണവായുധം. ആണവായുധം വിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങൾ അവരിലുണ്ട് ഭാരതത്തിനെ പോലെ. ഭാരതം ചന്ദ്രനിൽ ഇപ്പോൾ അടുത്ത ഏത് ഗ്രഹത്തിൽ പോകാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സയൻസ് ആൻഡ് ടെക്നോളജി, ISRO, സ്പേസ് സയൻസ്, അവർക്ക് താരതമ്യപ്പെടുത്താനൊക്കെ ഭാരതമായിട്ട്. ഡെലിവറി സിസ്റ്റം ഉണ്ട് അവരിൽ. അവർ കഞ്ഞി കുടിക്കാനില്ല, പിന്നെയാണ് ISRO പോലെ ഒരു സാധനം ഉണ്ടാക്കാൻ നോട്ട്. തീർച്ചയായിട്ടും ഒക്കില്ല. ദേ ആർ നോട്ട് എനിവെയർ കമ്പാരബിൾ ടു ഇന്ത്യ. ഇന്ത്യ ഇസ് എമർജിങ് സൂപ്പർ പവർ. ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് പാകിസ്ഥാന് പിന്തുണയില്ല. എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? ബിക്കോസ് ഇന്ത്യ ഇസ് ആൻ എമർജിങ് സൂപ്പർ പവർ. ലോകരാജ്യങ്ങൾ പുറകെ വരുന്നു. അതിനാണ് ഉത്തരം.